നമസ്കാരം. ദയാവധം സ്വീകരിച്ച നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രിയും ഭാര്യയും. രോഗത്താൽ അവശരായിരുന്ന ഇരുവരും പരസ്പരം കൈകോർത്ത് മരണത്തെ സ്വീകരിക്കുകയായിരുന്നു. നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ഡ്രിസ് വൻ അഹ്തും ഭാര്യ യുജീനിയയുമാണ് ദയാവധം സ്വീകരിച്ചത്. ദയാവധം ആഗ്രഹിച്ചിരുന്ന ഡ്രിസ് വൻ രോഗദുരിതത്താൽ ബുദ്ധിമുട്ടിയിരുന്ന ഭാര്യയെയും ഒപ്പം കൂട്ടുകയായിരുന്നു. രണ്ടുപേരും കൈകോർത്തു പിടിച്ച് ഈ മാസം 5-ന് ദയാവധം സ്വീകരിച്ചു. 93 വയസ്സായിരുന്നു ഇരുവർക്കും. ഫൻ അഹ്ത് സ്ഥാപിച്ച പലസ്തീൻ അനുകൂല സംഘടനയായ റൈറ്റ്സ് ഫോറമാണ് ദമ്പതിമാരുടെ ദയാമരണ വിവരം പുറത്തുവിട്ടത്. 2019-ലെ മസ്തിഷ്ക രക്തസ്രാവത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണ മുക്തനായില്ല. യുജീനിയയും തീരെ അവശയായിരുന്നുവെന്നും പരസ്പരം പിരിയാൻ രണ്ടുപേർക്കും ആകില്ലായിരുന്നുവെന്നും റൈറ്റ്സ് ഫോറം ഡയറക്ടർ ജെറാർഡ് യോങ്മാൻ പറഞ്ഞു. 1977 മുതൽ 82 വരെ നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഡ്രിസ് വൻ അഹ്ത്. കത്തോലിക്കനായ ഫൻ അഹ്ത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് അപ്പീൽ പാർട്ടി നേതാവായിരുന്നു. പിന്നീട് കൂടുതൽ ഇടതുപക്ഷ മനസ്സ് പുലർത്തി. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലെ നിലപാടിന്റെ പേരിൽ തെറ്റി 2017-ൽ അദ്ദേഹം പാർട്ടി വിട്ടു. ദയാവധത്തിന് 2002-ൽ നിയമപരമായി അനുമതി നൽകിയ രാജ്യമാണ് നെതർലാൻഡ്സ്. അസഹനീയമായ യാതന, രോഗമുക്തിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത അവസ്ഥ തുടങ്ങിയ 6 സാഹചര്യങ്ങളിൽ ദയാമരണമാകാം എന്നാണ് നിയമം. ഡോക്ടർമാരുടെ സഹായത്തോടെ ദയാമരണം സാധ്യമാക്കി കൊടുക്കുന്ന സന്നദ്ധ സംഘങ്ങളും നെതർലൻഡ്സിലുണ്ട്.